ഹായ്, നിങ്ങൾ ഉടനെ തന്നെ ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോടൊപ്പം ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി നമ്മൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉള്ള പ്ലാനുകൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രീമിയംസ് വളരെ ഹൈ ആയിരിക്കും. എന്നാൽ മെറ്റേണിറ്റി ഒഴിച്ചുള്ള മറ്റ് ഫീച്ചറുകൾ വളരെ ലോ ആയിരിക്കും. അതോടൊപ്പം ഈ മെറ്റേണിറ്റിക്കുള്ള വെയിറ്റിംഗ് പീരീഡും വളരെ ഹൈ ആയിട്ടാണ് കാണാറ്. ഇതിനുള്ളൊരു സൊല്യൂഷനാണ് നിവാബൂപ്പ ആസ്പയർ പ്ലാൻ. ഇതിൽ ഒരു കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതായത് റൂം റെൻറ്റിന് ലിമിറ്റില്ല, ICUക്ക് ലിമിറ്റില്ല, എല്ലാ മോഡേൺ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സും കവേർഡ് ആണ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്സ് കവേർഡ് ആണ്, അതുപോലെ അൺലിമിറ്റഡ് റീഫിൽ ഓർ റീസ്റ്റോർ അപ് ടു സം അഷ്യൂർഡ് കവേർഡ് ആണ്, ഓർഗൻ ഡോണർ എക്സ്പെൻസ് കവേർഡ് ആണ്, ആംബുലൻസ് ചാർജസ് കവേർഡ് ആണ്. അതോടൊപ്പം ടൈറ്റാനിയം ഓർ പ്ലാറ്റിനം വേരിയൻ്റ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യാനായിട്ട് വെറും 9 months മാത്രമേ വെയിറ്റിംഗ് പീരീഡും വരുന്നുള്ളൂ. അതായത് ഈ പോളിസി എടുത്ത് കൃത്യം 9 മാസം കഴിഞ്ഞാണ് നിങ്ങളുടെ ഡെലിവറി നടക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഇതിൽ കവേർഡ് ആവും. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഏകദേശം 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് ഡെലിവറി നടക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെനിഫിഷ്യൽ. പക്ഷേ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റിന് ഒരു ക്യാപ്പിംഗ് വരുന്നുണ്ട്. അതെങ്ങനെ മറികടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായി ഒരു 20 ലക്ഷം രൂപയെങ്കിലും സം അഷ്യൂർഡ് വരുന്ന ഒരു പോളിസി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവത്തുള്ളൂ. കാരണം 20 ലക്ഷം രൂപയുടെ പ്ലാനിലാണ് ഒരു വർഷത്തിൽ 20,000 രൂപ വരെയും മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു പ്ലാനിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചറാണ് ആദ്യത്തെ വർഷത്തെ സം അഷ്യൂർഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഫീച്ചർ. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ വർഷത്തെ 20,000 രൂപ, രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 40,000, അതുപോലെ തന്നെ മൂന്നാമത്തെ വർഷമാകുമ്പോൾ 60,000 രൂപ വരെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റായിട്ട് അവൈൽ ചെയ്യാൻ സാധിക്കും. ഇനി ആദ്യ വർഷത്തിൽ 9 മാസം കഴിയുമ്പോൾ തന്നെ ഈ 60,000 രൂപയുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈറ്റാനിയം അല്ലെങ്കിൽ പ്ലാറ്റിനം വേരിയൻറ്റ് ചൂസ് ചെയ്തിട്ട് ഫാസ്റ്റ് ഫോർവേഡ് റൈഡർ ആഡ് ചെയ്തിട്ട് ആദ്യത്തെ 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വർഷം തന്നെ 60,000 രൂപ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബിക്ക് അപ് ടു സം അഷ്യൂർഡ് വരെയും കവർ ലഭിക്കും. അതായത് ആ ഒരു കുട്ടിക്ക് പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ 20 ലക്ഷം രൂപ വരെയും ട്രീറ്റ്മെൻറ്റ്സ് കുട്ടിക്ക് എടുക്കാനായിട്ട് സാധിക്കും. ചാർജസ് വരുന്നത് ഹസ്ബൻഡ് വൈഫ് 35 വയസ്സിന് താഴെയാണ് 20 ലക്ഷത്തിൻ്റെ സം അഷ്യൂർഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു വർഷത്തേക്ക് 2 പേർക്ക് കൂടി 20,000 രൂപയും 3 വർഷത്തേക്ക് 60,000 രൂപയുമാണ് ഒരുമിച്ച് അടയ്ക്കേണ്ടത്. ഇനി അതല്ല വൈഫിൻ്റെ പേരിൽ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്ക് ഏകദേശം 15,000 രൂപയും 3 വർഷത്തേക്ക് 45,000 രൂപയുമാണ് ചാർജസ് വരുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.